നമസ്കാരം. 2024 ജനുവരി 1 ഇന്ന്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇന്നു മുതൽ ഏതാനും ദിവസത്തേക്ക് ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. പുതിയൊരു ഉഷസ്സിങ്ങനെ ഉണർന്നെണീക്കുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം അല്ലേ? ഇപ്പം മനസ്സിലുള്ളൊരു കാര്യം പറയട്ടെ. ഈ മാജിക് പ്ലാനറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു എന്നാണിപ്പോൾ ഞാൻ ഓർക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തിരി പണിയാണ്. കിൻഫ്രയ്ക്ക് സൈനിക് സ്കൂൾ വിട്ടുകൊടുത്ത ഒരു കാട്ടുപ്രദേശമായിരുന്നു ഇവിടെ. തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററിനിപ്പുറം ഇങ്ങനെയൊരു മാജിക് തീം പാർക്ക് തുടങ്ങാൻ പോകുന്നത് കണ്ട് പലരും എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. ആരും ഇവിടേക്കൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മാജിക് ഷോ നടത്തുന്ന കാലമാണ്. കിട്ടാവുന്ന വേദിയിലൊക്കെ ഷോ നടത്തി കിട്ടിയ പൈസ മുഴുവനെയും മണ്ണിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. അങ്ങനെ 10 വർഷം മുമ്പ് ഇവിടെ മാജിക് പ്ലാനറ്റ് വളർന്നു. ഇന്നിപ്പോൾ എത്രയോ കുടുംബങ്ങൾക്കൊരാശ്രയമായിട്ട് ഈ പൂന്തോട്ടം മാറി എന്നതാണ് സത്യം. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നറിയോ? പുതുതായി എന്തിലേക്കെങ്കിലും കാലുവെക്കുമ്പോൾ നമ്മെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പ്രത്യേകിച്ച് ഇതുവരെ ആരും പരീക്ഷിക്കാത്തത് ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്വപ്നം കൃത്യമാണെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടുത്തെ ആദ്യത്തെ അവസ്ഥ അറിയാവുന്നവർ വെറും വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. അതങ്ങനെയാണ്. പൂക്കളുടെ സൗന്ദര്യം മാത്രം ആസ്വദിക്കുമ്പോൾ നമ്മൾ വേരുകളെ മറക്കും. കാരണം വേരുകൾ മണ്ണിനടിയിലാണ്, ഇരുട്ടിലാണ്. ഓരോ കുഞ്ഞിൻ്റെയും ജീവൻ ഉടലെടുക്കുന്നത് എവിടെയാണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുട്ടിലാണ്. എല്ലാ വിത്തും ചെടിയായി മാറുന്നത് ഇരുട്ടിൽ നിന്നാണ്. ആ കട്ടി കൂടിയ മണ്ണിലൂടെ, കല്ലുകൾക്കിടയിലൂടെ ആ ചെടിയെ വളർത്തി വലുതാക്കാൻ ആ വേരുകൾ പടരുന്നതിൻ്റെ കഷ്ടപ്പാടൊന്നും ആരും കാണുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ട് ആര് കണ്ടില്ലെങ്കിലും, ആരൊക്കെ എതിർത്താലും ഒരു സ്വപ്നം സഫലമാകണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം, വിശ്രമമില്ലാതെ പണിയെടുക്കണം. അപ്പോൾ നാളെ നമ്മുടെ പൂന്തോട്ടത്തിലും പൂക്കൾ വിടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്.